മഹത്വപ്പെടുമാറാകട്ടെ. Blessed be the name of the Lord. I am so glad to teach you from God's word today. ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. And we were studying God's word about a specific subject, that to mold our life to hear God's voice. ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. In the last class I already taught you about how God speaks to us. What are the ways God speaks to us? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ കർത്താവ് എങ്ങനെയൊക്കെ നമ്മോട് സംസാരിക്കുന്നു. We were learned different ways God speaks to us. I'm not going to detailedly teach you right now about those things. ഇന്ന് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ പ്രധാനമായി നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് ഹൗ ടു ഹിയർ ദ വോയിസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഓക്കെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാം, എങ്ങനെ തിരിച്ചറിയാം, എസ്പെഷ്യലി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹൗ ടു ഹിയർ ഗാഡ്സ് വോയിസ്, the spirit of God's voice. Okay, the voice of the spirit of God. How you can hear the voice of the spirit of God. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ജസ്റ്റ് ടു ലുക്ക് ടു വൺ സ്ക്രിപ്ചർ, Romans chapter 8 verse 14 and 15 and 16. Okay, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 14 to 16. Okay, I will read it for you in English and in Malayalam. Okay, for as many as are led by the Spirit of God, they are the sons of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. For you have not received the spirit of bondage again to fear, but you have received the spirit of adoption, whereby we cry, Abba, Father. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദ സ്പിരിറ്റ് ഇറ്റ്സെൽഫ് ബെയർസ് വിറ്റ്നസ് വിത്ത് അവർ സ്പിരിറ്റ് ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സോ ഹിയർ God has promised to us to speak to us by His Spirit. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മോട് സംസാരിക്കുമെന്ന് ദൈവം ഈ വേദഭാഗത്തിലൂടെ നമ്മോട് കർത്താവ് സംസാരിച്ചിരിക്കുവാണ് അല്ലേ, നമ്മോട് സംസാരിച്ചിരിക്കുവാണ്. സോ യു ആൻഡ് ഐ മസ്റ്റ് റിയലൈസ് ഗോഡ് വാണ്ട് ടു സ്പീക്ക് ടു അസ് by his spirit. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. For to make you to understand little more deeper, just also look at 1 Corinthians chapter 2 verse 9 to 12. കുറച്ചുകൂടെ അത് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിന് വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യ ലേഖനം എടുത്ത് 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യം. 1 Corinthians chapter 2 verse 9 to 12, 9 മുതൽ 12 വരെയുള്ള വാക്യം. ഓക്കെ, 1 Corinthians chapter 2 verse 9 to 12. What here says? ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? But as it is written, eye has not seen, nor ear heard, neither have entered into the heart of man the things which God has prepared for them
that love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. Now listen, verse 10. But God has revealed them to us by His Spirit. For the Spirit searches all things, yes, the deep things of God. നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. Now verse 12. Now we have received not the spirit of the world, but the Spirit which is of God, that we might know the things that are freely given to us of God. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. So understand this scripture also, okay? Make you sure that by the Spirit of God, God reveals the things to us. ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. Hallelujah. So make it sure in your heart. So what here says in verse 9, ഒൻപതാം വാക്യം എന്താ പറയുന്നത്? But as it is written, eye has not seen nor ear heard, neither have entered into the heart of man the things which God has prepared for them that love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. But God has revealed them to us by His Spirit. Hallelujah. So understand this, for every individual, God has a great and mighty plans to our life. But God wants to reveal to us about those things only by the Spirit of God. He reveals to us. Okay? So I'm just focusing in these classes, especially how to hear the voice of the Spirit of God in your spirit, in your heart. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഹൃദയങ്ങളിൽ എങ്ങനെ കേൾക്കാൻ കഴിയും, നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ കേൾക്കാൻ കഴിയും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പ്രത്യേകമായി പഠിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. Hallelujah. So now very fastly, just look here in our first scripture which we were started to see, Romans chapter 8 verse 14 and 16. Okay, റോമർ 8-ാം അധ്യായം അതിൻ്റെ 14-16 വാക്യം നോക്കി. For as many as are led by the Spirit of God, they are the sons of God. So understand this word here, the sons of God. Okay, the term sons of God. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ഭാഗത്ത് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സൺസ് ഓഫ് ഗാഡ് എന്നാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ. വി നോ ദെയർ ഇൻ ജോൺ ചാപ്റ്റർ 1 verse 12, right? John chapter 1 verse 12, what there says, those who believe the name of Jesus, God has given a right to become children of God. You see there the term children of God. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തതായി നമ്മൾ കാണുന്നു, അല്ലേ? ദൈവമക്കളാകുവാൻ. സോ അവിടെ ദൈവമക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ചിൽഡ്രൻ, കുഞ്ഞുകുട്ടികൾ, ദൈവത്തിൻ്റെ കുഞ്ഞുമക്കൾ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവരെ പറയുന്നത്, അത് നിങ്ങൾ ആത്മീയമായി വളരുമ്പോഴാണ് സംഭവിക്കുന്നത്. ആ കാര്യം മറന്നു വരും. ഹൗ യു ക്യാൻ ബി very sensitive or understandable about the voice of God, because
ഇൻ ദിസ് വേൾഡ് യു ഹിയർ ലോട്ട്സ് ഓഫ് വോയിസസ്. ഈ ലോകത്തിൽ നമ്മൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കാണുന്നു, കേൾക്കുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു. എപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞ് അപ്പനെ അമ്മയുടെയും ശബ്ദം തിരിച്ചറിയുന്നത്? വെൻ എ ചൈൽഡ്, എ ബേബി realize the voice of that baby's father or mother. How when that child becomes sensitive to listen their voice, means how to understand, means when the realizing factor started in a baby's life. When only when the child comes to the sensibility, means there is a time, right, when a baby started growing in the process. ഒരു ശിശുവായിരിക്കുന്ന ഒരു കുഞ്ഞ് വളർച്ചയുടെ പക്വതയിലോട്ട് കയറി വരുന്തോറുമാണ് എന്ത് ചെയ്യുന്നത്? ആ കുഞ്ഞ് അപ്പൻ്റെയും അമ്മയുടെയും ശബ്ദത്തെ തിരിച്ചറിയാനും അപ്പൻ്റെ അമ്മയുടെയും ശബ്ദത്തെ ഇത് പപ്പയാണ് അല്ലെങ്കിൽ അമ്മയാണെന്ന് വിവേചിക്കുന്നതിനൊരു ടൈമുണ്ട്, ഒരു പീരീഡുണ്ട്, അല്ല ഒരു സമയമാകുമ്പോൾ അത് സ്റ്റാർട്ടാകും. പക്ഷേ ഒരു ശിശുവിന് അപ്പൻ്റെ അമ്മയുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞത് അപ്പനാണെന്നോ അമ്മയാണെന്നോ തിരിച്ചറിയുക അസാധ്യമാണ്. the family members or the parents itself, they need to remind that child that this is I am your father or I am your mother, like that. ഒരു ശിശുവായിരിക്കുന്ന ഒരു ശിശുവിൻ്റെ ശൈശവാവസ്ഥയിൽ കുടുംബത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയോ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു ആരാണെന്ന്. ഞാൻ നിൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. പക്ഷേ അപ്പനാണ് അമ്മയാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയവും ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്? സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ we will learn through the word of God. ദൈവത്തിൻ്റെ വചനത്താൽ we are learning, നമ്മൾ പഠിക്കുകയാണ്. how God speaks to us. ദൈവം നമ്മോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്. so when you learn it, when you are closer with the Lord, നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ചേർന്ന് നടക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാനായി തുടങ്ങും. ഇറ്റ്സ് വെരി ഈസി ഹൗ യു ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. നിങ്ങളതിൽ പഠിക്കുകയും നിങ്ങൾക്കതിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാനും കഴിയും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ഹാവ് യു ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻ ഓഫ് ഗാഡ് ആൻഡ് സൺസ് ഓഫ് ഗാഡ്? കുഞ്ഞുമക്കളും ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും, അത് ആത്മീയ വളർച്ചയിലോട്ട് കയറി വരുന്നവർക്കാണ് ദൈവശബ്ദം ക്ലിയറായി തിരിച്ചറിയാൻ കഴിയുന്നത്. ഓക്കെ, ഡോണ്ട് ബി മിക്സ്ഡ് വിത്ത് ലോട്ട് ഓഫ് തോട്ട്സ്. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ് യു ക്ലിയർ. ബിക്കോസ് ഓഫ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ദാറ്റ് വി ഹാവ് മീൻസ് ദർ ആർ 3 parts in us, right? മനുഷ്യനിലുള്ള 3 ഘടകങ്ങളുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടും. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്? ദ ബൈബിൾ സേസ് the first part is the spirit of man. The second part is the soul of man, or the emotions or will or desires comes. The imagination comes. That is the soul part. The third one is the body part, right? മനുഷ്യൻ 3 ഭാഗങ്ങളുള്ള വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ആത്മാവ്, 2 ദേഹി, ഇച്ഛകളും വികാരങ്ങളും ഇച്ഛകളുമുള്ള തീരുമാനങ്ങളും ചിന്തിക്കുന്ന ചിന്താമണ്ഡലം ഒരു മനുഷ്യനുണ്ട്. ആൻഡ് ദർ ഈസ് എ ബോഡി ഓഫ് മാൻ, മനുഷ്യൻ്റെ ശരീരവുമുണ്ട്. സോ മെനി തോട്ട്സ് ആൻഡ് ഇമോഷൻസ് കംസ് ആൻഡ് ഗോസ് ത്രൂ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. Okay, there are voices of your flesh, there are thoughts of your imaginations, your thoughts. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രലോഭനങ്ങളും ചിന്തകളുമുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉരുവാകുന്ന ചിന്തകളും വിചാരങ്ങളുമുണ്ട്. സോ ദാറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദിസ് വേൾഡ്. സോ ഗാഡ് സ്പീക്സ് ടു യു ഇൻ യുവർ സ്പിരിറ്റ് മാൻ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്.
In your spirit, the thoughts of God comes. So when first or some when the time goes by, in the beginning times, it may be difficult for you to realize what has spoken to you. Is it your flesh spoken to you or your thoughts spoken to you? ഇതിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങളും തെറ്റുകളും വരാം. എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരത്തിൻ്റെ വികാരമാണോ നിങ്ങളോട് സംസാരിച്ചത്, അതോ നിങ്ങളുടെ ബുദ്ധിയിലാണോ ചിന്ത വന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും. ഓർ ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് സ്പോക്ക് ടു യുവർ സ്പിരിറ്റ്? You need to differentiate or evaluate all those things. So when you learned it again, then when the time goes by, you will be very sensitive to listen the Spirit of God's voice. Okay? നിങ്ങൾ ദൈവശബ്ദം കേട്ട് പഠിക്കുന്തോറും നിങ്ങൾ ജീവിതത്തിൽ പക്വതയിലോട്ട് കയറി വരികയും ദൈവശബ്ദം നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തുകയും ചെയ്യും. So understand that. So I was telling you from Romans chapter 8. Look here, Romans chapter 8 verse 16. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നോക്കി. അവിടെ എന്തോ പറയുക? 8:16. The Spirit itself bears witness with our spirit that we are the children of God. നാം ദൈവമക്കളാകുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സോ യു ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് വെയർ ഇഫ് യു ആർ എ ബോൺ അഗെയിൻ ബിലീവർ. നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ കേൾക്കാനായി കഴിയും. ഓക്കെ, വി ആർ ലേണിംഗ് അബൌട്ട് ഹൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, how you can tune your spirit to listen God's voice. അത് എപ്രകാരമാണ് കേൾക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ദൈവവചനത്തിലും നമുക്ക് ചിന്തിക്കാം കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് കൃപ തരട്ടെ. കർത്താവ് കൃപ തരുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. We will learn as God gives to us the grace of God. Okay? Hallelujah. So look here also in John chapter 10 verse 27. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നോക്കിയ. റോമർ 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നോക്കി. യോഹന്നാൻ എഴുതിയ സുവിശേഷം John chapter 10 verse 27. Look very fastly. John chapter 10 verse 27. Glory to God. Okay. What here says in the Bible? My sheep hear my voice, and I know them, and they follow me. Hallelujah. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. തൊട്ട് മുകളിൽ നോക്കി, എൻ്റെ 26-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് നോക്കി. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. Wow, that is a very good thing. Thank God for God has given to us such a great privilege to have fellowship with Him. ദൈവം തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ, തന്നോട് ബന്ധമുള്ളവരാകുവാൻ നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. ഓക്കെ, സോ let us go onwards. Okay, we are going to learn right now one important thing today. Especially നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചിന്തിക്കുവാണ്. when you look in this world, especially among the believers life, പലപ്പോഴും നമ്മൾ ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. people are running to hear a prophetical word from a person who has anointed by God. Okay, ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അല്ലെ പ്രവാചകൻ്റെ വായിൽ നിന്ന് പ്രവചന ശബ്ദം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ധൃതിപ്പെടുന്നതായി കാണാറുണ്ട്. I don't know how it is now, but
there was times people were running to listen a prophetical word. മനുഷ്യരങ്ങനെ പ്രവചന ശബ്ദം കേൾക്കാൻ ഓടുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ഐ വിൽ ടെൽ യു വൺ തിങ്, ടു ഹിയർ എ പ്രോഫിറ്റിക്കൽ വേർഡ് ദാറ്റ് ഈസ് ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ദി അനോയിൻറ്റിങ് ഓഫ് എ പ്രോഫറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതറിയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തരായ പ്രവാചകന്മാർക്കായി സ്തോത്രം. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവരുണ്ട്. God has that ministry gift. God has used to use the servants of God in a specific way with the prophetical anointing. There is a call also as a prophet. ദൈവം പ്രവാചകന്മാരെ വിളിക്കാറുണ്ട്, പ്രവചന ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യാറുമുണ്ട്. But what we need to realize is, God has given us in this New Testament time, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ God want first to speak to you. ദൈവത്തിൻ്റെ ആത്മാവ് തനിക്കുള്ള ആലോചനകൾ ആദ്യം നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ള കാര്യം മറന്നു പോരുത്. First of all, God desires to speak to you about the things. God wants to communicate with you. But there are sometimes the people are not able to listen God's voice because of the fleshly lifestyle. So you are not able to listen God's voice properly. So there may time comes the servants of God come and correct you and speak to you and say about a word, hallelujah, that you have not heard from the Lord in your life. But understand this, first of all, God wants to speak to you by the Spirit of God. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ആദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Then what is the calling of a prophet in the New Testament? പുതിയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? What is there? There are a lot of things for a prophetical call. ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് വിവിധ തരങ്ങളിലുള്ള ശുശ്രൂഷകളുണ്ട്. But the main God's equipping a prophet, especially when the prophet speaks to you, before itself, the prophet's calling is to confirm to you what God has spoken to you already. ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പിക്കാനായി ദൈവം പ്രവാചകന്മാരെ എന്ത് ചെയ്യാറുണ്ട്? ആക്കി വയ്ക്കാറുണ്ട്. Okay, did you realize what I am saying? Okay, you learn it as the time goes by. Okay, let me clear these things with you. Okay, I will just show you, especially I will show you what the Bible says about an Old Testament prophet. What is the difference between an Old Testament prophet and a New Testament prophet? There were prophets. God has anointed prophets in the Old Testament. There are prophets of New Testament. But what is the difference between Old Testament prophets and New Testament prophets? Okay, about that we are learning right now. Okay, the Old Testament prophets, their calling was to give the prophetical words to the people, especially when the people were to need to hear God's voice. They used to go to a prophet. In the Old Testament it is called, they used to be called as the seers. Okay, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് പ്രവാചകന്മാരുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. Because God used to speak specially only to the prophets, right? ദൈവം പ്രവാചകന്മാരോടാണ് ദൈവം ഇടപെട്ടിരുന്നത് പഴയ നിയമത്തിൽ. അതുകൊണ്ട് തന്നെ ജനം പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകുമായിരുന്നു. അവരെ വേറൊരു പദം കൂടെ ഉണ്ട്, ദർശകന്മാരെന്നും അറിയപ്പെടാറുണ്ട്. ദർശകന്മാർ.
Okay, in the Old Testament, when you learn about the Samuel, the prophet, he also be called as the seer. ദർശകനെന്നും ശമൂവേൽ പ്രവാചകൻ അറിയപ്പെട്ടിരുന്നതായി നമ്മൾ കാണുന്നു അല്ലേ. So in the Old Testament, when you read, let me share these things with you, okay? The Spirit of God, because the prophetical utterance only comes by the Spirit of God. പ്രവചന ആലോചനകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. Hallelujah. So in the Old Testament, when you read in the Old Testament, especially, God used to anoint only the three group of people. ദൈവം പഴയ നിയമത്തിൽ പ്രധാനമായി അഭിഷേകം ചെയ്തിരുന്നത് 3 തരത്തിലുള്ള ആൾക്കാരുടെ മേലാണ്. 3 തരത്തിലുള്ള ദൈവിക വിളി ഉള്ളവരുടെ മേലാണ് മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം എന്ത് ചെയ്തിരുന്നത്, പകർന്നിരുന്നത്. മെയിൻലി ഓക്കെ, ഹു ആർ ദോസ് പീപ്പിൾ? അവരാരൊക്കെയാണ്? സ്പെഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ the kings. In the Old Testament, when you read, the kings were anointed or appointed. Anoint means appointed by God. അഭിഷേകം എന്ന് പറയുന്നത് നിയോഗമെന്നാണ് അല്ലേ. The meaning of the anointing is the equipment by heaven to a person to do a specific task which God has designed for that man's life. So the anointing means the appointment. അഭിഷേകം എന്ന് പറയുന്നത് എന്തുവാണ്? ദൈവിക നിയോഗമാണ്. God is to appoint people. So when God calls a king, ദൈവം എപ്പോഴാണോ ഒരു രാജാവിനെ അധികാരത്തിലാക്കിയിരുന്നത്, God is to anoint that king. The second group of people God's anointing is to come upon were the prophets. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പകരപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പകരപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. ദ തേർഡ് ഗ്രൂപ്പ് വാസ് ദ പ്രീസ്റ്റ്സ്. ദൈവത്തിൻ്റെ പുരോഹിതന്മാരുടെ മേലാണ് മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് മേൽ വന്നിരുന്നത്, അധികാരപ്പെടുത്തിയിരുന്നത്. ഹല്ലേലൂയ. So the three group of people. The other people, they are obliged to obey the commandments of God and follow the direction and pattern or designs of God, commandments of God, laws of God, and to obey it all the days of their life. ബാക്കിയുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് എന്ത് ചെയ്യുക, ദൈവം പറഞ്ഞ കൽപ്പന എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദൈവം പറഞ്ഞ പോലെ ആരാധനാലയത്തിൽ പോവുക, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കടന്നു ചെല്ലുക. അതെല്ലാം പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ. So because the common people were not experiencing any presence of God in their life. സാധാരണക്കാരായ മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല. That was the Old Testament pattern. But what about the New Testament? പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് when a person accepts Jesus Christ as their personal Savior and Lord, the Spirit of God comes into a person and make him born again. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതിനായി don't forget that scripture, 2 Corinthians chapter 5 verse 17. 2 Corinthians chapter 5 verse 17. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും എന്ത് ചെയ്തിരിക്കുന്നു, പുതുതായി തീർന്നിരിക്കുന്നു പറയുന്നത് പോലെ, when a person accepts Jesus Christ, he gets born again by the Spirit of God. The Spirit of God comes in and make a new personality, new person. In Christ Jesus, God creates make him a new person in Christ Jesus by the Spirit of God. ദൈവാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയെ വീണ്ടും ജനിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവരുന്നു. So
Then in the New Testament, through Jesus Christ, you are experiencing the Holy Spirit, the Spirit of God in your life at the first time invitation of Christ in your life. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്ന ആദ്യ ദിവസം തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങുകയാണ്, അല്ലേ? Hallelujah. And let me share these things with you, okay? One more scripture I just want to show you. Just look here in Jeremiah. ഇരമ്യ പ്രവാചന പുസ്തകം ഒന്ന് എടുത്തേ. Just look there in Jeremiah. Okay, just look Ezekiel. അവിടെ Ezekiel chapter 37. Okay, then what here says? Yes, thank you, Lord. Okay, I will show you later on. Okay, the Bible says like this: I will give you a new heart. I will put my spirit within you, God said. And I will show you that scripture. Let me see. Hallelujah. Yes, here in Ezekiel chapter 36 verse 26. Okay, യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം അതിൻ്റെ 26 വാക്യം. അവിടെ നോക്കി, യഹസ്കേൽ 36 26 വാക്യം നോക്കി. A new heart also will I give you, and a new spirit will I put within you. I will take away the stony heart out of your flesh, and I will give you an heart of flesh. Hallelujah. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. വാവ്. And I will put my spirit within you and cause you to walk in my statutes, and you shall keep my judgments and do them. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. So don't forget that. So when a person accepts Jesus Christ, he becomes a new creation. I already spoke to you. 2 Corinthians chapter 5 verse 7. 2 Corinthians 5:17 പറഞ്ഞിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. So that experience here is talking about in Ezekiel chapter 36 verse 27, 26 and 27, right? ആ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് യഹസ്കേൽ 36 26 27 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കല്ലായുള്ള ഹൃദയം ഞാൻ നിൻ്റെ ഹൃദയത്തിൽ നീക്കി മാംസളമായൊരു ഹൃദയം ഞാൻ നിനക്ക് തരും. So when Christ comes in your life by the Spirit of God, the hardness of your heart breaks away, right? And the Spirit of God comes in and dwells in you. ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് വാസം ചെയ്യുന്നു. So the first time you listens from God, ആ സമയം ആദ്യമായി നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്നു. എന്തുവാ കേൾക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ്. So when a person accepts Jesus Christ as their personal Lord and Savior, the Spirit of God comes into a person's life and changes that person into the will of God as a born-again Christian, a born-again child of God. Then the Bible says the Spirit of God that I showed you in the scripture in Romans 8:16. റോമർ 8 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ ഞാൻ അതാണ് വായിച്ചത്. റോമർ 8:16 അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. When a person accepts Jesus Christ as their personal Lord and Savior, the Spirit of God speaks to your spirit that you are a child of God. Hallelujah. നിങ്ങൾ ദൈവമക്കളെന്ന് ആത്മാവ് താനും നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. So that is the beginning, tuning in the voice of God in your spirit. അതാണ് പ്രാരംഭത്തിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം എന്ന് പറയുന്നത്.
ഹൃദയത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം എന്ന് പറയുന്നത്. So the special voice of God, you start to listen God's voice, that you are a child of God. So okay, let me see here. We were in the starting times to study God's word. നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. Hallelujah. So today, so do you know the speciality of God is speaking into your spirit? ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ സംസാരിക്കുന്നത്, ഫസ്റ്റ് സംസാരിക്കുന്ന കാര്യം എന്തുവാണ്? നീ എൻ്റെ പൈതലാണ്, അല്ലേ? നീ ദൈവത്തിൻ്റെ പൈതലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. So what is the speciality of hearing that voice, that God's Spirit is saying to your spirit that you are a child of God? What is that? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് നീ ദൈവ പൈതലാണെന്ന് സാക്ഷ്യം പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? Hallelujah. The speciality is, even after when you accepted Jesus Christ, maybe there are people surround you may come and tell you that you are not a child of God, or you are not born again. Or maybe from the devil you may get accusations, or listening some bad voices from surrounding you may hear that you are not born again, you are not a child of God. But in those times, in your heart, the heart stirs up. The Spirit of God stirs you up, and you will make you to say that no, I am a child of God. I know that I am a child of God. മനസ്സിലാവുന്നുണ്ടോ? ആരൊക്കെ നിങ്ങളെ അതിനുശേഷം യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ലോകത്തിലെ ആരൊക്കെ, അല്ലെങ്കിൽ പിശാച് പോലും നിങ്ങളോട് പറയുകയാണ് നീ ദൈവത്തിൻ്റെ പൈതലൊന്നുമല്ല, ദൈവത്തിന് നിന്നെ ഇഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളത്തിൽ എന്തുണ്ടാവുമെന്നറിയാമോ? ഒരു ശക്തമായൊരു പ്രേരണ ഉണ്ടാകും. നിങ്ങൾ വാ തുറന്ന് പറയും, ഇല്ല, ഞാൻ എന്തുവാണ്, ഞാൻ യേശുവിൻ്റെ പൈതലല്ല എന്ന് പറഞ്ഞ കാര്യം തെറ്റാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാനൊരു ദൈവ പൈതലാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരും. Hallelujah. Do you know, so we only started our classes, okay? Don't forget to see our next class also. But let me share these things with you, okay? So, I saw many places, some of the people used to negotiate, or what I can say, some of the people used to criticize some believers in the church by seeing their outward appearance. They used to criticize them, and some pastors used to go near of a believer and used to say, you should obey this rule and regulation of our church. And then they used to say, you are not a child of God. Hey, some pastors used to directly, used to watch it by outward appearance and used to say that, I saw that, not I used to, I saw that some pastors used to go to near of a believer and say, and told that believer that you are not a believer because you are not obeying our rules and regulation of our church system. Then those believers used to stir up, and they used to say from their heart, they said, no, pastor, I know that I am a believer because Jesus Christ saved me. I accepted him as my personal Lord and Savior, and he changed my life. So how that boldness comes from a man is to say those words that I am a believer, because of the surety given by the Spirit of God in their spirit. So then you will start to hear God's voice, okay? Begin to hear God's voice. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറഞ്ഞ സാക്ഷ്യം, നീ ഒരു ദൈവ പൈതലാണെന്നുള്ള സാക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായിരിക്കുന്നു. അതാണ് പ്രാരംഭമായി നമ്മൾ ദൈവശബ്ദം ഹൃദയത്തിൽ കേട്ട് പഠിച്ചു തുടങ്ങുന്ന സമയം. Then don't forget, you need to be led by the Spirit, right? നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാകണമെന്ന് വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നു.
You will be led by the Spirit of God. I will teach you in the next class how you can listen God's voice, how to stand on God's word. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാനും. മനസ്സിലാവുന്നല്ലോ? എങ്ങനെയാണ് പഠിക്കുന്നുള്ള കാര്യം വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടുഡേ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദിസ് ടുഡേസ് ക്ലാസ്, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. I believe that as you learn step by step, you'll be more you will be merged into the plan of God and into the word of God, and so you will be blessed abundantly. Okay, നിങ്ങൾ ദൈവവചനത്തിൽ ആഴമായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്തോറും നിങ്ങൾ ആത്മീയമായി വളരുക തന്നെ ചെയ്യും കേട്ടോ. So let us pray for you right now. And I'm just putting this video as a premiere because of some specific reason, but in the next class it will be on live, I believe. But I'm praying for you and my family, and everyone is praying for you, and you are blessed because Jesus loves you. Okay, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ നന്നായി അറിയാം. So see you next time. God bless you. Let us pray together. Okay. Dear Heavenly Father, we thank you for this beautiful time that you've given to us. Dear Jesus, you loves every one of them. കർത്താവേ, അങ്ങ് എല്ലാവരെയും സ്നേഹിക്കുന്നതിനായി സ്തോത്രം. Pour your mercy, grace and kindness over everyone's life, I pray. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങയുടെ കൃപയും സ്നേഹവും കരുണയും അങ്ങ് പകരണമേ. Heal the sick. Set the captives free. In Jesus' mighty name I pray. Let them be walk with you and have fellowship with you, Jesus. എല്ലാവർക്കും അങ്ങയുടെ കൂട്ടായ്മ ആചരിപ്പാൻ കൃപ ചെയ്താലും. We pray this prayer in Jesus Christ's mighty name. Amen. Amen. യേശു നാമത്തിൽ തന്നെ